നമസ്കാരം. ഇന്ന് ലോക്സഭയിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നടന്നത്. നമുക്കറിയാം, ഒരു ഇടക്കാല ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിരുന്നു. അത് ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു അവതരിപ്പിച്ച ബഡ്ജറ്റാണ് എന്ന് നമുക്ക് അതിലുടനീളം കാണാൻ സാധിച്ചിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ നിർമ്മല സീതാരാമനെ സഭയിൽ കാണാനേ ഉണ്ടായിരുന്നില്ല. നിർമ്മല സീതാരാമൻ നൈസായിട്ട് മുങ്ങി. ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത്. പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഇത് ഒരു ജനകീയ ബഡ്ജറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുള്ളത് എന്നൊക്കെ തുറന്നു കാട്ടി സംസാരിക്കുമ്പോൾ നിർമ്മല സീതാരാമൻ സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിർമ്മല സീതാരാമൻ ഇത്തരത്തിൽ ചർച്ചകൾ വരുമ്പോൾ മുങ്ങി നടക്കുകയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ആരോപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പൊളിച്ചടക്കൽ നടത്തി. അതായത് നമ്മുടെ നിർമ്മല സീതാരാമനെ തുടുത്ത രണ്ടുപേരെ പറ്റി എന്തായാലും പറയാതെ വയ്യ. ഇക്ര ചൗധരി എന്ന് പറയുന്ന SP-യുടെ MP ഇന്ന് നടത്തിയ പ്രസംഗം അതിഗംഭീരമായിരുന്നു. അതായത് കൈരാനയിൽ നിന്നാണ് അവർ MP ആയത്. അവർ പറയുന്നുണ്ട് ഇതൊരു ജനകീയ ബഡ്ജറ്റ് അല്ല എന്ന് തുടക്കം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ഈ ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്നത് ഡൽഹിയെ, അതായത് ഡൽഹി എങ്ങനെ പിടിക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ച് തയ്യാറാക്കിയ ചില സംഗതികൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഇത് ഡൽഹിയിൽ BJPക്ക് താമര വിരിയിക്കാൻ വേണ്ടി നടത്തിയ ഒരു ബഡ്ജറ്റാണ് എന്ന് ഇക്ര പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇക്ര പറയുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഇവര് ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ രംഗത്തും കാർഷിക രംഗത്തും ഒക്കെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വികസനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പലതും ചെയ്യുമെന്നൊക്കെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നല്ലോ. ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, ഒന്നും തന്നെ നടക്കുന്നില്ല, ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കലാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. 22% എന്റെ നാട്ടിൽ, അതായത് കൈരാന എന്ന് പറയുന്ന എന്റെ മണ്ഡലത്തിൽ 22% സ്കൂളുകളിൽ ടീച്ചർമാരില്ല. പല സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. മാത്രവുമല്ല, എന്റെ മണ്ഡലത്തിൽ പല ആശുപത്രിയിലും ഡോക്ടർമാരില്ല, പല ആശുപത്രികളുമൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നൊക്കെ എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഒരു വികസനവും നടക്കുന്നില്ല എന്ന വസ്തുത തന്നെയാണ് തുറന്നു കാട്ടുന്നത്. കർഷകർക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ നാട്ടിൽ, അതായത് എന്റെ മണ്ഡലത്തിൽ ഒരുപാട് കരിമ്പ് കൃഷിക്കാരുണ്ട് മാഡം. പക്ഷേ കരിമ്പ് കൃഷിക്കാർക്ക്, കർഷകർക്ക്, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഈ ബഡ്ജറ്റില്ല എന്ന് പറയുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഒക്കെ വെറുതെ തള്ളിമറയ്ക്കുന്നതാണ്. ഈ പറയുന്നത് പോലെ അത്തരത്തിൽ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്ന് പറയുന്നു. ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ പല കാര്യങ്ങളും എടുത്ത് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് എടുത്തു പറയുന്നു. ബഡ്ജറ്റിൽ ഞാൻ ഒട്ടും സംതൃപ്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SP-യുടെ MP ആയിട്ടുള്ള ഇക്ര ചൗധരി ഇരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന BJPയുടെ അംഗങ്ങൾ അസഹിഷ്ണുത കൊണ്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയൊക്കെ അങ്ങ് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് നല്ല ഗംഭീരമായിട്ട് അവിടെ ഇക്ര ചൗധരി എന്തായാലും പ്രസംഗിച്ചത്. അതിനുശേഷം സുപ്രിയ സൂൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സുപ്രിയ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ GDP നിരക്ക് 8.2 നിന്ന് 6.2 കുറഞ്ഞു, ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതൊക്കെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കാണാതെ പോകുന്നതെന്ന് ചോദിക്കുന്നു. രൂപയുടെ മൂല്യം ഇടിയുന്നു, ഡോളറിന് റേറ്റ് ഉയരുന്നു, ഇപ്പോൾ 87.77 മാറിയിരിക്കുന്നു എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത് എങ്ങനെയാണെന്ന് കേന്ദ്ര സർക്കാർ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഒന്നും സഭയിലില്ല, നമുക്കറിയാമല്ലോ. മാത്രമല്ല, നിർമ്മല സീതാരാമനും ഇല്ല. എല്ലാവരും സത്യം പറഞ്ഞ ഒളിച്ചോടി എന്ന് പറയാതെ ഈ സമയത്തൊക്കെ സുരേഷ് ഗോപി ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം നമുക്കിപ്പോ സ്ക്രീനിൽ കാണാൻ കേട്ടോ. ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ എല്ലാ MP-മാരും ഇരിക്കുന്നത്. കാരണം പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് നന്നായി അറിയാം. ഇന്ന് പ്രത്യേകിച്ച് അവിടെ നരേന്ദ്രമോദി ഒന്നും സഭയിൽ ഇല്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ
കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ആക്ഷൻസും പ്രത്യേകിച്ച് ഒരു അഭിനയവും കാഴ്ചവെക്കേണ്ടതില്ല. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. എന്തായാലും ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് സുപ്രിയ സുളയ്ക്ക് വല്ലാത്ത രീതിയിൽ തന്നെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഈ പ്രഖ്യാപനങ്ങൾക്ക് ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു മറുപടി അവിടെ BJPക്ക് നൽകാൻ കഴിയുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഈ പറയുന്ന പോലെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു BJPയുടെ MP പോലും പ്രതിപക്ഷം ഉയർത്തുന്ന ആ പ്രതിഷേധ ശബ്ദത്തിന് ഒരു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നത് ഈ സമയത്ത് നമ്മൾ പറയാതെ പോകരുത് എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കേന്ദ്ര ബഡ്ജറ്റിൽ എന്താണ് സത്യത്തിൽ നമ്മളൊക്കെ കണ്ടത്? കേന്ദ്ര ബഡ്ജറ്റിൽ സത്യത്തിൽ ഘടകകക്ഷികൾക്ക് വാരിക്കോരി കൊടുത്തു. ഒപ്പം ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ താമര വിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില വളങ്ങൾ ഇട്ടു എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു രീതിയിലുള്ള ഗുണപരമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ വലിയ തോതിൽ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ സാഹചര്യമുണ്ട്. അത് ഏത് രീതിയിലാണ് പറഞ്ഞയക്കുന്നത്? വളരെ ബ്രൂട്ടലായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെതിരെ എന്ത് എതിർ ശബ്ദമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഉയർത്തുന്നതെന്ന് ചോദിച്ചാൽ ഒരു എതിർ ശബ്ദവും ഉയർത്തുന്നില്ല. നമ്മുടെ വിദേശകാര്യ മന്ത്രിയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിനെ, അമേരിക്കയൊക്കെ വലിയ രീതിയിൽ തന്നെ അങ്ങ് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിധേയത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അപ്പോ ഇന്ന് സഭയിൽ ഈ ബഡ്ജറ്റിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ശബ്ദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടല്ലാത്ത പല ഇത്തരം വിഷയങ്ങളുമൊക്കെ അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ആ വിഷയത്തിലൊക്കെ ഒരു എതിർ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞു എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചർച്ച നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനേയും ഏതിനെയൊക്കെ എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞാണ് ഈ പറയുന്ന ഭരണപക്ഷ MP-മാരൊക്കെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായത്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഇത്തരത്തിൽ ഈ ബഡ്ജറ്റിനെ കീറി മുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ഭാഗവും എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. നല്ല ഭാഗങ്ങൾ നല്ലതാണെന്ന് പറയാനും എന്തായാലും പ്രതിപക്ഷം സമയം കണ്ടെത്തുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ ഏറ്റവും സങ്കടം തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നമുക്ക് വേണ്ടപ്പെട്ട ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ല. നമ്മളെ ഇവിടുത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ എയിംസ് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. റബ്ബറിന്റെ താങ്ങുവില ഇതുവരെയായിട്ടും ഉയർത്തിയിട്ടില്ല. അങ്ങനെ കേരളം ആവശ്യപ്പെട്ട ഒരു കാര്യത്തിലും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമോ കേരളം എന്ന് പറയുന്ന വാക്ക് പോലും ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒന്ന് പറഞ്ഞു പോലും നമ്മൾ കേട്ടില്ല. പക്ഷെ അതിശയം എന്ന് പറയട്ടെ, നമ്മുടെ ഇവിടുന്ന് പോയ MP-മാർ ആരും തന്നെ, അതായത് രാധാകൃഷ്ണൻ ഒഴികെ ആരും തന്നെ ഒരു എതിർ ശബ്ദം ഉയർത്തി ഇന്നും നമ്മൾ പാർലമെന്റിൽ കണ്ടില്ല, ലോകസഭയിൽ കണ്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സംസാരിക്കാൻ കുറെ അധികം സമയം കിട്ടിയെങ്കിലും പറഞ്ഞത് തന്നെ മറ്റുള്ള MP-മാർ പറഞ്ഞത് തന്നെ നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ MP-മാർ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് നമ്മളെ തിരിഞ്ഞു നോക്കാത്തതിനെതിരെ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടണം അതിനുവേണ്ടി അതിശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടും നമ്മളൊന്നും UDF MP-മാരെ കണ്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് കൊണ്ടാകാം ഈ പറയുന്ന UDF MP-മാർ ഇങ്ങനെ നിശബ്ദത പാലിച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോ അവർ ശബ്ദം ഉയർത്തിയത് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും കിട്ടിയാൽ അവിടുത്തെ ജനങ്ങൾക്ക് അതൊരു ഗുണമായാണോ? ഇപ്പൊ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെക്കി കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ കേന്ദ്ര സർക്കാർ. അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനൊപ്പം ശബ്ദം ഉയർത്താതെ കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സർക്കാർ ചിലപ്പോൾ താഴെ വീണാലോ എന്ന മനോഭാവമൊക്കെ ആകാം ഒരുപക്ഷെ UDF-നെ ഇത്തരത്തിലുള്ള ഈ നിശബ്ദതയുടെ മുഖം മൂടി അണിയിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ കേരളത്തിനോട് കൂറുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് കൂറുണ്ടെങ്കിൽ വന്യജീവി ആക്രമണത്തിലൊക്കെ മരണം നമുക്കറിയാമല്ലോ. ഇതിനോടൊപ്പം തന്നെ മൊത്തം കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ 1000 കടന്നുവന്ന് പ്രതിപക്ഷ നേതാവ് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. പക്ഷേ ഇത് എന്താണെന്നറിയില്ല, ലോകസഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊന്നും ഒരക്ഷരം മിണ്ടില്ല. ഇന്ന് ബഡ്ജറ്റിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു, നല്ലൊരു അവസരമായിരുന്നു. ഈ അവസരത്തിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മളൊന്ന് ജയിച്ചു പോയ 18 MP-മാർ പ്ലസ് BJPയുടെ ഒരു MP വെറും, ഞാൻ പറയുന്നില്ല, നമ്മൾ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാർ ചൊവ്വല്ലെങ്കിൽ നമ്മൾ പിന്നെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ.